ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലെറ്റ് ഗോയെ പറ്റിയാണ്. നമ്മുടെ ഉള്ളിലുള്ള സമ്മർദ്ദം പെട്ടെന്ന് അവസാനിക്കുന്ന ഒരവസ്ഥയാണ് ലെറ്റ് ഗോ. ലെറ്റ് ഗോ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കും. നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ട് നമ്മൾ കോംപ്ലിക്കേഷൻസ് നമ്മൾ അനുഭവിക്കുക ചെയ്യുന്നത്. റോങ് ആയിട്ടുള്ളൊരു പേഴ്സണെ റോങ് ടൈമിൽ നമ്മൾ ലൈഫിൽ കൊണ്ടുവരുന്നു. പിന്നീട് നമ്മുടെ സന്തോഷങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുകയും നമ്മൾ ഡൗൺ ആയി മാറുകയും ചെയ്യുന്നു. എന്തിനാണിങ്ങനെ? ഒരു കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം നമ്മുടെ ലൈഫിൽ വരുത്തേണ്ട പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ സെൽഫ്. നമ്മൾ നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ നമ്മളെ തന്നെ റീചാർജ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താം. നമ്മൾ ആരിലും ഓവർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കാതിരിക്കുക. നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും എൻഗേജ് ആക്കിയിരിക്കുക. നമ്മൾ ബിസിയാണ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ബിസി ആക്കിയിരിക്കുക. അടുത്തതായിട്ട് പറയുന്നത് ഡിസൈൻ ലൈഫ് ചേഞ്ചിങ് റൂട്ടീൻ. നമുക്കൊരു നല്ല റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കാം, അതൊരു ഹെൽത്തി ആയിട്ടുള്ള റൂട്ടീൻ. നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവുക, നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ സമയത്തിന് ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക, നമ്മൾ സമയത്ത് റെസ്റ്റ് എടുക്കുക. ദേഷ്യം കൺട്രോൾ ചെയ്യുക. ദേഷ്യം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ദേഷ്യം വരുമ്പോൾ നമുക്ക് തോന്നുന്ന തോട്ട്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബുക്കിൽ എഴുതി വെക്കാം. നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് മെഡിറ്റേറ്റ് ചെയ്തിരിക്കാം. അതുപോലെ തന്നെ മണ്ടാല ആർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഈ സമയത്ത് നന്നായിരിക്കും. ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാകും.